നിഖിൽ, വലിയ തിരക്ക് തന്നെയാണ് ഈ തിരുമല ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം സന്ധ്യാ ദീപാരാധനയോട് കൂടി തുടങ്ങി ഓരോ ശിവഭക്തരും ഓരോ ക്ഷേത്രങ്ങളിലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ നട തുറന്നത് 4 മണിക്ക്. അപ്പോൾ തന്നെ വലിയ ഒരു തിരക്ക് അനുഭവപ്പെട്ടു. ഇനിയും ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ശിവഭക്തരായി ഉള്ളിൽ കയറി ദർശനം നടത്തി ഇവിടെ നിന്നും അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. 12 ക്ഷേത്രങ്ങളാണ് ഈ കന്യാകുമാരി ജില്ലയിലെ 2 താലൂക്കുകളിലായി ഉള്ളത്. അതിൽ 12 ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുവാനായാണ് ആദ്യം ഇവിടേക്കാണ് എത്തുക. ഓരോ ഭക്തരും അങ്ങനെ ഈ ശിവരാത്രി ദിനത്തിൽ ശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ആ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതിൽ ശിവാലയ ഓട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശൈവ വൈഷ്ണവ ബന്ധം ഉറപ്പിക്കുന്ന ഒരു ആചാരം കൂടിയാണ്. അതായത് ഇവിടേക്ക് എത്തുന്ന ഓരോ ശിവഭക്തരും വിളിക്കുന്നത് ഗോവിന്ദ ഗോപാല എന്നാണ്. അത്തരത്തിൽ ഓരോ ക്ഷേത്രത്തിലും ആദ്യം തിരുമല, അടുത്ത ക്ഷേത്രം തിക്കുറിശി, തൃപ്പരപ്പ്, പിന്നെ തിരുനന്തിക്കര, പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലാങ്കോട്, തിരുവടക്കോട്, തിരുവിതാംകൂട്, തൃപ്പന്നിക്കോട്, തിരുനട്ടാലം ക്ഷേത്രം. തിരുനട്ടാലത്തെത്തി ശങ്കരനാരായണനെ വണങ്ങിയ ശേഷമാണ് ഓരോ ഭക്തരും അങ്ങനെ ആ ഒരു ശിവാലയ ഓട്ടത്തിൻ്റെ പുണ്യം നേടുന്നത്. ഓരോരുത്തരും അങ്ങനെ ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഈ ക്ഷേത്രത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടെ ചേരുകയാണ്. ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. നമ്മളോട് പ്രതികരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഈ ഒരു തിരക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്? ഓരോ വർഷം തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വർഷം തോറും തിരുമല മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്കുള്ള വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം, ഈ ഒരു ശിവാലയ ഓട്ടത്തിൻ്റെ? ശിവനും വിഷ്ണുവും ഒന്നാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം. ഇവിടെയാണ് ശിവാലയ ഓട്ടം സ്റ്റാർട്ട് ചെയ്തത്. ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച പ്ലേസാണ് മുഞ്ചറ തിരുമല മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ശിവാലയ ഓട്ട ഭക്തന്മാർ ഒരാഴ്ച വ്രതമിരുന്ന് ഗോപാല ഗോവിന്ദ എന്ന നാമം ഉച്ചരിച്ച വണ്ണം തിരുമല തിരുച്ചി തൃപ്പറപ്പ് ഉൾപ്പെടെയായ 12 ശിവക്ഷേത്രങ്ങളിൽ ഓടിത്തൊഴുന്ന ഒരു ചടങ്ങാണ് ശിവാലയ ഓട്ടം. നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മാത്രമാണ് ഈ വിശേഷ ഫംഗ്ഷനുള്ളത്. നേരത്തേക്ക് ഭക്തജനങ്ങൾ അങ്ങനെ എല്ലാവരും ഓടിയെത്തുകയായിരുന്നു. ഇപ്പോൾ വാഹനങ്ങളിലും അല്ലാതെയും ഒക്കെ എത്തുന്നുണ്ടല്ലേ? നേരത്തെ എല്ലാ ഭക്തജനങ്ങളും ഓടി തൊഴുതുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് സൈക്കിള്, 2 വീലർ, 4 വീലർ നിന്ന് ധാരാളം പേര് വരാൻ തുടങ്ങി. ജനത്തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും സൗകര്യത്തിൻ്റെ അവരവരുടെ സൗകര്യത്തിന് കണക്കാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഭക്തജന തിരക്ക് അങ്ങനെ തന്നെ തുടരുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഭക്തരങ്ങനെ കാത്ത് നിൽക്കുകയാണ്. അടുത്തതായി ശിവന്റെ മുന്നിലേക്ക്, ശിവനെ ദർശിക്കുവാൻ വേണ്ടി എത്തുന്നതിലേക്കായി. എന്തായാലും ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം തന്നെ ഇവിടെ ഈ തിരക്കൊക്കെ നിയന്ത്രിക്കുന്ന വോളണ്ടിയേഴ്സ് ഉണ്ട്. അതായത് എല്ലാ വർഷവും ഇവിടെ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ ഈ തിരക്കൊക്കെ നിയന്ത്രിച്ചുകൊണ്ടുണ്ടാവും അല്ലേ? എല്ലാ വർഷവും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു 27 വർഷമായിട്ട് നമ്മൾ സംഘത്തിൻ്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു കാര്യകർത്തകൾ, സ്വയംസേവകர்கள் കുറച്ച് പേര് നമ്മൾ ഈ നെരുക്കത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സേവ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കാണുന്ന ഇത് നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം சிவபக்தர்களுடைய எண்ணிக்கை அதிகம் ஆயிட்டு தான் இருக்குது. இப்போ நேற்றையிலேருந்து நம்ம இங்கே இருக்கோம். அப்போது நம்ம பார்த்த அளவில் கழிஞ்ச வருஷத்தை விட இந்த வருஷம் நமக்கு அதிக சிவபக்தர்கள், நம்ம மக்களுடைய எண்ணிக்கை அதிகம் இருக்குது. சூழ்நிலையும் இங்கே இருக்கக்கூடிய அளவில் நமக்கு பிரச்சனை இல்லாமல் நம்ம அந்த நெருக்கத்தை எல்லாம் கொஞ்சம் கண்ட்ரோல் பண்ணிய மாதிரி நம்ம ஒரு சூழ்நிலையை கொஞ்சம் ஸ்மூத்தாக நம்ம கொண்டு போயிட்டு இருக்கோம். തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും ആ തിരക്കൊക്കെ നിയന്ത്രിച്ച് തന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമുക്കിപ്പോൾ ഈ തൊഴുത് ഇറങ്ങി വരുന്ന ഓരോ ശിവഭക്തരുണ്ട്. അവരിനി അടുത്ത ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഒരു വാതിൽ വഴി ഉള്ളിലേക്ക് കയറി മറ്റൊരു വാതിൽ വഴി പുറകിലേക്ക്, അതായത് ഈ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരാണ്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ ഓരോരുത്തരും അവർ വർഷങ്ങളായി തന്നെ ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമാവുന്നവരാണ്. അവരൊക്കെ തന്നെ ആ ക്ഷേത്രത്തിൽ നിന്നും അങ്ങനെ തൊഴുതിറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എത്രാമത്തെ വർഷമാണ് ഇത്? 3வது வருஷம். ஆமாம். ഇനി അടുത്ത ക്ഷേത്രത്തിലേക്കാണ് കാണും കണ്ടിപ്പാ. 60 கோயிலுக்கு
ഫസ്റ്റ് അപ്പോൾ എല്ലാവരും അങ്ങനെ ദർശനം കഴിഞ്ഞ് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ഓരോരുത്തരെയും അങ്ങനെ കാണാൻ സാധിക്കും. അവരങ്ങനെ ഈ ശിവാലയ ഓട്ടത്തിന് വരുമ്പോൾ വിശറി കൊണ്ടുവരുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ആ വിശറിയുടെ തുമ്പത്ത് ഒരു കെട്ടുള്ളത്, അതായത് ഭസ്മക്കെട്ടും അതോടൊപ്പം തന്നെ ചിലവിനുള്ള പണവും കെട്ടി അങ്ങനെ എത്തുന്നവരാണ്. ഗോവിന്ദ ഗോപാല ആ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഓരോരുത്തരും അങ്ങനെ ക്ഷേത്രം പ്രദക്ഷിണം വച്ച് ഇറങ്ങുന്നു. ഇനി അടുത്ത ക്ഷേത്രമാണ് തിക്കുറിശ്ശിയിലേക്കാണ് ഇവർ ഓരോരുത്തരും പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം തിരുനന്തിക്കര, അങ്ങനെ തൃപ്പരപ്പ്, തിരുനന്തിക്കര, അങ്ങനെ ഓരോ ക്ഷേത്രം കഴിഞ്ഞ് അവസാനം ശങ്കരനാരായണനെ തൊഴുതുകൊണ്ടാണ് ഈ ഒരു ശിവാലയ ഓട്ടത്തിൻ്റെ പര്യവസാനം. എന്തായാലും ഓരോരുത്തരും അങ്ങനെ ഭക്തിയോടുകൂടി എത്തുകയാണ്. വലിയ തിരക്ക്, അതായത് നമുക്ക് രാവിലെ തന്നെ കാണാൻ സാധിക്കും, വലിയൊരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതായത് മലയാളികളും അതോടൊപ്പം തന്നെ തമിഴരുമൊക്കെ എല്ലാവരും ഒരുമയോടുകൂടി ഈ ശിവഭക്തർ ഒന്നാകെ തന്നെ ഈ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുകയാണ്. സമയം എത്രാമതാ? ഇത് വർഷങ്ങൾ ഒരുപാടായി. എനിക്ക് തോന്നിയിട്ടൊരു 12 കൊല്ലം ഒരിക്കലും തോന്നുകയാണ്. എല്ലായിടത്തും ഓടിയെത്തും. 12ാമത്തെ ക്ഷേത്രം വരെ 12ാമത്തെ ക്ഷേത്രം വരെ പോവും. ഇത് വന്ന് എനിക്ക് 12ാമത്തെ കൊല്ലം. ഇത് ആദ്യത്തെ ക്ഷേത്രമാണ്. 12 ക്ഷേത്രവും പോവും. ഏകദേശം ഒരു 6-7 മണിയാവും വൈകുന്നേരം. ഈ വിശറി ഇത് എന്തെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷേ എല്ലാ വർഷവും വാങ്ങുന്നുണ്ട്. ഭഗവാന്റെ സന്നിധിയിൽ വന്ന് ഭഗവാൻ ഇങ്ങനെ നമ്മൾ വീശി കൊടുക്കുന്നുണ്ട്. ഭസ്മം ഉണ്ടാവും, ഭസ്മം നിങ്ങളിടും, അത്രയാണ്. എല്ലാം അത്തരത്തിൽ ഓരോരുത്തരും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമാരുണ്ട്. എത്രാമത്തെ വർഷമാ? 8ാമത്തെ വർഷം, 10ാമത്തെ വർഷം. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ എത്തുകയാണ്. അമ്മമാരൊക്കെ 10ഉം അതിൽ കൂടുതൽ വർഷങ്ങളായി ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമാകുന്നവരാണ്. അങ്ങനെ ദർശനം കഴിഞ്ഞെത്തുന്ന ഭക്തജനങ്ങളെയാണ്, ശിവഭക്തരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഈ ശിവാലയ ഓട്ടം എന്ന് പറയുന്നത് തന്നെ ശൈവ വൈഷ്ണവ ബന്ധമുറപ്പിച്ചുകൊണ്ട് അങ്ങനെ ഗോവിന്ദ ഗോപാല മന്ത്രം ഉരുവിട്ടുകൊണ്ട് അതിൽ ഈ ഐതിഹ്യം എന്ന് പറയുന്നത് മഹാഭാരതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ശിവാലയോട്ടം ഈ കന്യാകുമാരി ജില്ല നേരത്തെ തന്നെ കേരളത്തിൻ്റെ ഭാഗമായിരുന്നു. അതൊക്കെ നമുക്ക് അറിയാം. അത്തരത്തിൽ പുരാതനമായിട്ടുള്ള ആചാര പെരുമയോടുകൂടിയാണ് ഈ ഒരു ശിവാലയ ഓട്ടം അങ്ങനെ നടക്കുന്നത്. ഓരോരുത്തരും നഗ്നപാതരായി ഈ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നു. ഇവിടെ ദർശനം നടത്തിയ ശേഷം ഓരോ ക്ഷേത്രങ്ങളിലും എത്തി ശിവനെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഒരു ശിവാലയ ഓട്ടം എന്ന് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, പ്രായഭേദ ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ എല്ലാവരും അങ്ങനെ ഭസ്മമണിഞ്ഞ് ശിവനെ ധ്യാനിച്ചുകൊണ്ട് ആ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ട് അങ്ങനെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. എത്രാമത്തെ വർഷമാണ് ഇത്? 7ാം വർഷം. എങ്ങനെയായിരുന്നു വരെ? കന്യാകുമാരി. നടന്നേ പോയാ? ഇല്ലല്ല, ബൈക്കിൽ പോകാം. അപ്പോൾ എല്ലാവരും അങ്ങനെ എത്തുകയാണ്. നിരവധി വർഷങ്ങളായി കുഞ്ഞിനെയൊക്കെ നമുക്ക് കാണാം. അങ്ങനെ പുലർച്ചെ തന്നെ ആദ്യം തിരുമല ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഓരോരുത്തരും. അങ്ങനെ ഗോവിന്ദ ഗോവിന്ദ ഗോപാല. അപ്പോൾ എല്ലാവരും അങ്ങനെ മന്ത്രം ഉരുവിട്ടുകൊണ്ട് തന്നെ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് എത്തും. അമ്മമാരൊക്കെ അങ്ങനെ നടന്നു പോവുകയാണ്. ശിവനെ ദർശിച്ച ശേഷം, ഭഗവാനെ ദർശിച്ച ശേഷം അങ്ങനെ ഓരോരുത്തരും ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ അവിടെ നിന്നും വാങ്ങിയിട്ടുള്ള ഭസ്മമുണ്ട്. അവരുടെ നെറ്റിയിൽ ആ ഒരു വിഭൂതി നമുക്കത് കാണുവാൻ സാധിക്കും. അമ്മ എത്രാമത്തെ വർഷം? 3ാമത്തെ വർഷം. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുവാൻ വേണ്ടിയാണ് ഈ ദർശനം കഴിഞ്ഞിറങ്ങിയിട്ടുള്ളത്. ഏതായാലും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെയൊക്കെ ഒരു വാസ്തുപരമായിട്ടുള്ള കാഴ്ചകളൊക്കെ എല്ലാം വ്യത്യസ്തമായ ക്ഷേത്രങ്ങളാണ്. അതായത് ഓരോ രൂപത്തിൽ ശിവനെ ഓരോ ഭാവത്തിൽ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ഇത് തിരുമല ക്ഷേത്രം തൃശൂലപാണിയായിട്ടുള്ള ശിവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലാണ് ആദ്യ ദർശനം. അതായത് ശിവാലയ ഓട്ടത്തിലെ 12 ക്ഷേത്രങ്ങളിൽ ആദ്യം ഇവിടെ വന്ന് കുളത്തിൽ കുളിച്ചുകൊണ്ട് ഇവിടെ സന്ധ്യാദീപാരാധന തൊഴുതുകൊണ്ടാണ് ഓരോരുത്തരും ശിവാലയ ഓട്ടം ആരംഭിക്കുന്നത്. അതിൽ ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിക്കുന്നവരുണ്ട്, ഇന്ന് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചവരുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് 10,000കണക്കിന് ശിവഭക്തരാണ് ഓരോ ക്ഷേത്രങ്ങളിലേക്കും എത്തുന്നത്. എനിക്ക് ശരി മനോജ, മഹാശിവരാത്രിയോടനുബന്ധിച്ച് കന്യാകുമാരി ജില്ലയിൽ ശിവാലയ ഓട്ടത്തിന് ഇന്നലെ വൈകുന്നേരം തന്നെ തുടക്കമായിരുന്നു.
വിളവൻകോട് കൽക്കുളം താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന 12 ശിവക്ഷേത്രങ്ങളിൽ ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് ശിവഭക്തർ നടത്തുന്ന ദർശനമാണ് ശിവാലയോട്ടം ആരംഭിക്കുന്ന തിരുമല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.